In this video, we will be starting module 5 portions, and the main topic is pile foundation. അപ്പോൾ നമ്മൾ module 3 and 4 different types of foundation, namely shallow foundation, അത് കഴിഞ്ഞൊരു combined footing, mat or raft, floating foundation, well foundation, ഇതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ കേട്ടു. ഇനിയിപ്പം നമ്മൾ മൊഡ്യൂൾ 3 ആദ്യം ക്ലാസിഫിക്കേഷൻ ചെയ്ത പോലെ ഷാലോവും ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഡീപ്പ് ഫൗണ്ടേഷൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞൊരു കേസാണ് പൈൽ ഫൗണ്ടേഷൻ. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ കൂടുതലും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ന്യൂമറിക്കൽസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇനീഷ്യൽ ബേസിക് തിയറി ഓൺ പൈൽ ഫൗണ്ടേഷൻ നോക്കാം. അപ്പം ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ pile is a structural member which transmits load from superstructure to a deeper strata. അപ്പോൾ നമ്മൾ ആ പൈൽ ഫൗണ്ടേഷൻ്റെ ഫിഗറൊക്കെ വരച്ചപ്പോൾ കാണിച്ചായിരുന്നു. വിത്ത് റെസ്പെക്ട് ടു ഷാലോ ഫൗണ്ടേഷൻ പറയുവാണെങ്കിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ് നമ്മുടെ പൈൽ ഫൗണ്ടേഷൻ ഏറ്റവും മെയിൻ കൺസേൺ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വിൽ ബി വെരി മച്ച് ലാർജ് വെൻ കമ്പയർഡ് ടു ദ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. അപ്പം ഡി എഫ് വെരി മച്ച് ലാർജർ ദാൻ ക്യാപിറ്റൽ ബി. അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് തന്നെ എഴുതിയത്. അപ്പോൾ അത് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പൈൽ ഡയമീറ്റർ വെരി വെരി സ്മോൾ ആയിരിക്കും വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ ഡെപ്ത്. പിന്നെ നമ്മൾ ഈ പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ, ലാറ്ററൽ, അപ്ലിഫ്റ്റ് ഫോഴ്സസ്, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫോഴ്സസ് വരുമ്പോഴത്തേനും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ യൂഷ്വലി പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നൊരു കുറച്ച് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് പറയുകയാണ്. നമ്മുടെ സോയിൽ സ്ട്രാറ്റ തൊട്ട് താഴെയുള്ള സോയിൽ വീക്കാണെങ്കിൽ ആ ഒരു വീക്ക് സോയിൽ കഴിഞ്ഞിട്ട് നല്ലൊരു ഹാർഡ് സ്ട്രാറ്റം വരുവാണെങ്കിൽ അവിടെ കൊണ്ട് ഈ പറഞ്ഞ ലോഡിനെ താങ്ങാൻ വേണ്ടി നമുക്ക് പൈൽ ഫൗണ്ടേഷൻ കൊടുക്കാം, ഒരു കേസ്. അതല്ല വേറൊരു കേസ് എന്ന് വെച്ചാൽ എക്സ്പാൻസീവ് സോയിൽ. നമ്മൾ GT1 കേട്ടാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ടൈപ്പുള്ള സോയിൽസ്. അപ്പം ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് വെൻ ഡ്രൈ കണ്ടീഷൻ ഇറ്റ് കോൺട്രാക്ട്സ്. ഓക്കെ, അപ്പം എക്സ്പാൻഷനും കോൺട്രാക്ഷനും സ്ഥിരമുള്ള ടൈപ്പ് ഓഫ് സോയിൽസിൽ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ ലാറ്ററൽ ലോഡ്, സൈഡിൽ കൂടെ ലോഡിങ്, പിന്നെ സോയിൽ ഇറോഷൻ പ്രോൺ ആയിട്ടുള്ള സോയിലിനകത്ത് അല്ലെങ്കിൽ ഓഫ് ഷോർ പ്ലാറ്റ്ഫോംസിൽ, ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പൈൽ ഫൗണ്ടേഷൻ നമുക്ക് പ്രിഫർ ചെയ്യാം. ഇനിയിപ്പം ആദ്യത്തെ തിയറി പോർഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ്. എങ്ങനെയൊക്കെ ഈ പറഞ്ഞ പൈലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയലാണ്. ടിമ്പർ ആകാം, കോൺക്രീറ്റ്, സ്റ്റീല്, കോമ്പോസിറ്റ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഒരു കേസ്. അതേപോലെ സെക്കൻഡ് ഒരു മോഡാണ് ബേസ്ഡ് ഓൺ ദ ലോഡ് ട്രാൻസ്ഫർ. എങ്ങനെയാണ് ഈ പറഞ്ഞ പൈല് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ പൈലിനകത്ത് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഓക്കെ, എങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു, രണ്ട് ഏറ്റവും മേജർ മെത്തേഡ്സും പിന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷനുമാണ്. അപ്പം ഫസ്റ്റ് കേസ് എൻ ബിയറിംഗ് പൈല്, സെക്കൻഡ് ഫ്രിക്ഷൻ പൈല്, തേർഡ് കമ്പൈൻഡ് എൻ ബിയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ പൈൽ. എൻ ബിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പൈലിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഒരു ഹാർഡ് സ്ട്രാറ്റം, കുറച്ച് ഡെപ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹാർഡ് സ്ട്രാറ്റം, എക്സാമ്പിൾസ് റോക്ക്, അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രക്ചറിൽ കൊണ്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്രിക്ഷൻ പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് സ്ട്രാറ്റം വരെ പോകണ്ട, അതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഒരു ഡെപ്തിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഹാർഡ് സ്ട്രാറ്റമുള്ള സോയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പൈലിൻ്റെ സഹായത്തോടുകൂടി ആ പറഞ്ഞ സർഫസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ഹാർഡ് സ്ട്രാറ്റമായ റോക്ക് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഫ്രിക്ഷൻ്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഒന്ന് എൻ ബിയറിങ്, സെക്കൻഡ് ഫ്രിക്ഷൻ. ഇനിയിപ്പോൾ ചില കേസിൽ കമ്പൈൻഡ് എൻ ബിയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ ഒരുമിച്ചും നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാം. ടു ബി മോർ ഓൺ ദ സേഫർ സൈഡ് നമുക്ക് കോമ്പിനേഷൻ ഓഫ് എൻ ബിയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ തേർഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡ് ഓഫ് ഇൻസ്റ്റോളേഷൻ. എങ്ങനെയാണ് ഈ പറഞ്ഞ പൈല് സൈറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് കാസ്റ്റ് ഇൻ സിറ്റു, വേറെ ഒരെണ്ണം പ്രീ കാസ്റ്റ്. കാസ്റ്റ് ഇൻ സിറ്റുവിനകത്ത് നമ്മൾ സൈറ്റിൽ ഹോൾ എക്സ്കവേറ്റ് ചെയ്ത് നമ്മൾ കറസ്പോണ്ടിങ് എന്ത് പൈൽ വിത്തിലാണ് ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽ വെച്ച് നമ്മൾ സൈറ്റിൽ തന്നെ പൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതല്ല പ്രീകാസ്റ്റ് ആണെങ്കിൽ നമ്മൾ
ഫാക്ടറി മെയ്ഡ് ആയിരിക്കും. ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി പോർഷൻസാണ് പൈലിനെ പറ്റി പറയുന്നത്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, 5 മാർക്കിനൊക്കെ ബേസിക്കായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മൾ ന്യൂമറിക്കൽസിലേക്ക് വരുവാണ്. ന്യൂമറിക്കൽസാണ് ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത്. ഈ ഒരു മൊഡ്യൂളിനകത്ത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 10, 12, 15 മാർക്ക് വരാൻ ചാൻസ് ഉള്ള ന്യൂമറിക്കൽസാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ തിയറി വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഫസ്റ്റ് വൺ, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ പൈൽ. നമ്മുടെ IS സ്റ്റാറ്റിക് ഫോമുല ആദ്യം പറയാൻ പോകുന്നത്. അതേപോലെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് കേസാണ് IS സ്റ്റാറ്റിക് ഫോമുല പറയുന്നത് ഫോർ കോഷൻലെസ് സോയിൽ ആൻഡ് കോസി സോയിൽ, രണ്ടും പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം കേസ് 1 കോഷൻലെസ് സോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് IS സ്റ്റാറ്റിക് ഫോമുല വെച്ച് പറയുന്ന ഇക്വേഷനാണ് the ultimate bearing capacity for cohesionless soil is given by equation QU is equal to QP plus QS. അപ്പോൾ ക്യാപിറ്റൽ QU is equal to ക്യാപിറ്റൽ QP plus QS. അതിനകത്ത് QP എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേമാണ് പോയിൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എൻ റെസിസ്റ്റൻസ്, എൻ ബിയറിംഗ് റെസിസ്റ്റൻസ്. അതേപോലെ QS ഈസ് ദ സ്കിൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്, സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോയിൻ്റ് റെസിസ്റ്റൻസും സ്കിൻ ഫ്രിക്ഷനും നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനകത്തും എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് അപ്പം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോഡ് ട്രാൻസ്ഫർ, എൻ ബിയറിങ്ങും ഫ്രിക്ഷനും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എൻ ബിയറിങ് ആണ് ഈ പറഞ്ഞ പോയിൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എൻ ബിയറിങ് റെസിസ്റ്റൻസ് പറഞ്ഞ കേസ്. അതേപോലെ സെക്കൻഡാണ് ഫ്രിക്ഷൻ പൈലാണ് ഇവിടെ പറഞ്ഞ സ്കിൻ ഫ്രിക്ഷൻ എന്നൊരു കേസ് എന്താ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മെയിൻ ഇക്വേഷനകത്ത് 2 ടേംസ് ആണുള്ളത്. ഒന്ന് പോയിൻ്റ് റെസിസ്റ്റൻസും മറ്റേത് സ്കിൻ റെസിസ്റ്റൻസും. പോയിൻ്റ് റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പൈലിനെ ഒരു റോക്കിലെങ്കിലും കൊണ്ട് നിർത്തുമ്പോഴായിരിക്കും പോയിൻ്റ് റെസിസ്റ്റൻസ് വരുന്നത്, എൻ റെസിസ്റ്റൻസ് അല്ലെ പോയിൻ്റ്. ഇനി സ്കിൻ ഫ്രിക്ഷൻ എന്തായിരിക്കും, ഈ പറഞ്ഞ റോക്ക് വരെ പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ലെയറിൽ നമ്മൾ സോയിലിൻ്റെയും ഈ പറഞ്ഞ പൈൽ മെറ്റീരിയലിൻ്റെയും രണ്ടും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, സോ കറസ്പോണ്ടിങ് ആയിട്ട് ആ മെറ്റീരിയലുകൾക്കിടയ്ക്ക് വരുന്ന ഒരു ഫ്രിക്ഷൻ കൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ സ്കിൻ ഫ്രിക്ഷൻ വെച്ചുള്ള അല്ലെങ്കിൽ ഫ്രിക്ഷൻ പൈൽ വെച്ചുള്ള ലോഡ് ട്രാൻസ്ഫറിങ്. അപ്പോൾ അങ്ങനെയും ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് അങ്ങേയറ്റത്ത് റോക്കിൽ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും മനസ്സിലാക്കുക. ഫുള്ളി പറയുവാണെങ്കിൽ ഒരു ഇക്വേഷനകത്ത് പോയിൻ്റ് റെസിസ്റ്റൻസും ഉണ്ട്, സ്കിൻ ഫ്രിക്ഷനുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും നമ്മുടെ പൈലിൻ്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം ആ ഇക്വേഷൻ ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആക്കുവാണെങ്കിൽ ഈ പറഞ്ഞ QP പ്ലസ് QS എന്ന ടേം അഡീഷണൽ എഴുതുവാണെങ്കിൽ QU is equal to സ്മോൾ QP AP പ്ലസ് സ്മോൾ QS AS എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇനീഷ്യലി നമ്മൾ ഡയറക്റ്റ് വലിയ ഇക്വേഷൻ എഴുതി QU is equal to QP പ്ലസ് QS. അതിനകത്ത് ക്യാപിറ്റൽ QP എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ QP ആൻഡ് AP ആണ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ QP പ്ലസ് ക്യാപിറ്റൽ QS എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ QS ഇൻറ്റു AS. ഇനിയിപ്പം ഇതിനകത്തെ ടേംസ് ആണ് പറയാൻ പോകുന്നത്, ഇതിനകത്തെ ഓരോ ടേംസാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കുക. ക്യാപിറ്റൽ QU അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഫോർ കോഷൻലെസ് സോയിൽ ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ക്യാപിറ്റൽ QU ഈസ് ഈക്വൽ ടു അതിനകത്ത് വരുന്ന ടേംസാണ് QP AP പ്ലസ് QS AS. ഇനിയിപ്പോൾ ഇതിനകത്ത് ഓരോ ടേംസ് പറയാൻ പോകണം, എന്തോ അത് പറയാൻ പോകണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഒറിജിനൽ ടെർസാഗ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. QU is equal to CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.5 B ഗാമ N ഗാമ. അത് നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചതാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് കോഷൻലെസ് സോയിലാണെന്ന് പറഞ്ഞു. കേസ് 1 ഫോർ കോഷൻലെസ് സോയിൽ. സോ കോഷൻലെസ് സോയിൽ ആകുമ്പോഴത്തേന് എന്തുവാണ്, നമ്മുടെ കോഷൻ ഇല്ല. സോ കറസ്പോണ്ടിങ് C is equal to 0 എന്നൊരു ടേമാണ്. സോ നമ്മൾ C0 ഇടുക. അപ്പോൾ തന്നെ ഫസ്റ്റ് ടേം പോയി, CNC എന്നുള്ള ടേം നമുക്ക് പോയി കിട്ടി. പിന്നെ വരുന്ന ടേം ഏതാണ്, ഗാമ DF NQ, അത് നിൽക്കട്ടെ അവിടെ. പിന്നെ 0.5 B ഗാമ N ഗാമ. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ വെൻ കമ്പയർഡ് വിത്ത് ദ ഡെപ്ത്ത് വിഡ്ത്ത് ഈസ് വെരി മച്ച് ലോ. അതായത് DF ഈസ് വെരി മച്ച് ലാർജർ ദാൻ ക്യാപിറ്റൽ B. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ QUവിൻ്റെ മൂന്നാമത്തെ ടേമിൽ 0.5 B ഗാമ N ഗാമ. അപ്പോൾ B തന്നെ ചെറുതാണ്, അതിൻ്റെ കൂടെ നമ്മൾ 0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.5 ഇൻറ്റു B അതായത് 1/2, ഹാഫ് ഓഫ് B ആണ് ഞാൻ പറയുന്നത്. അപ്പം ഓൾറെഡി B ചെറുതാണ്, അതിൻ്റെ ഹാഫൊക്കെയാണ് ഫൈനലി ആൻസർ വരാൻ പോകുന്നത്. പിന്നെ N ഗാമ ടേംസ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ,
അപ്പം നമ്മൾ അസംഷൻസിനകത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 0.5 ബി ഗാമ എൻ ഗാമ ടേം അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക. കാരണം ഡെപ്ത് ഈസ് വെരി മച്ച് ലാർജർ ദാൻ വിഡ്ത്ത്. അപ്പോൾ വിഡ്ത്ത് വളരെ ചെറുതാണ്, പിന്നെ 0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിലും ഹാഫ് ആവുകയാണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ടേം അങ്ങ് ഇക്വേഷൻ ചെയ്യുന്നത് നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേനും ഫൈനൽ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടേംസ് കണക്ക് കൂട്ടി എഴുതുമ്പോഴത്തേനും ഗാമ ഡി എഫ് എൻ ക്യൂ വരുന്നുണ്ട്. അതെന്തായാലും മാറ്റിയിട്ടില്ല, അതവിടെ തന്നെ കിടപ്പുണ്ട്. ആ ഒരു ടേമിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ നോക്കുക. അപ്പം ഈ പറഞ്ഞ ഗാമ ഡി എഫ് ഇൻറ്റു എൻ ക്യൂ ആണ് നമ്മുടെ തൊട്ട് മുമ്പേ പറഞ്ഞ ക്യൂ പി എന്നൊരു പോയിൻ്റ് വരുന്നത്, ക്യൂ പി. അപ്പോൾ ക്യൂ പിക്കകത്തുള്ള ഞാൻ ടേം പറഞ്ഞു സ്മോൾ ക്യൂ പി ഇൻറ്റു എ പി. അപ്പം ഈ ഗാമ ഡി എഫ് ഇൻറ്റു എൻ ക്യൂ ആണ് നമ്മുടെ സ്മോൾ ക്യൂ പി എന്നൊരു ടേം. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള ടേമാണ് ക്യാപിറ്റൽ എ പി. അപ്പോൾ നമ്മൾ അതേപോലെ ഗാമ ഡി എഫ് എൻ ക്യൂ ഇൻറ്റു എ പി പ്ലസ് ക്യു എസ് ഇൻറ്റു എ എസ്. ക്യു എസ് എന്താണ്, എ എസ് എന്താണ്. അപ്പോൾ എ എസ് അതേപോലെ ഇടുക ഏറ്റവും ബാക്കിൽ. ക്യു എസിൻ്റെ ഇക്വേഷനാണ് കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് ബാർ, ഇതിനെപ്പറ്റി പറയാം, ഇൻറ്റു എ എസ്. അപ്പം കൺഫ്യൂഷൻ അടിക്കരുത്. നമുക്ക് രണ്ട് ടേംസാണുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് പോയിൻ്റ് റെസിസ്റ്റൻസ് അല്ലെ എൻ ബിയറിംഗ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് ഏറ്റവും താഴെ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് സ്കിൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം പോയിൻ്റ് ഫ്രിക്ഷൻ ഏറ്റവും താഴെ വരുന്നതും സ്കിൻ ഫ്രിക്ഷൻ നമ്മൾ പോകുന്ന വഴിക്ക് ആ എലോങ് ദ പൈ ലെങ്ത് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സിംപ്ലിഫൈഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്യൂ യൂസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ സ്മോൾ ക്യൂ പി എ പി പ്ലസ് സ്മോൾ ക്യു എസ് എ എസ് എഴുതാം. മുമ്പത്തെ ക്യാപിറ്റൽ ക്യൂ പിയും ക്യു എസും സിംപ്ലിഫൈ ആക്കിയിട്ട് എഴുതുന്നതാണ് ഈ പറഞ്ഞ ക്യൂ പി എ പി പ്ലസ് ക്യു എസ് എ എസ്. ഇനിയിപ്പോൾ നമുക്ക് ക്യൂ പിക്കും ക്യു എസിനും, അതായത് സ്മോൾ ക്യൂ പിക്കും സ്മോൾ ക്യു എസിനുള്ള ടേംസാണ് ഇപ്പോൾ പറഞ്ഞത്. സ്മോൾ ക്യൂ പി ഇസിക്കൽ ടു ഗാമ ഡി എഫ് എൻ ക്യൂ. ഇത് കിട്ടിയെങ്ങനെയാണ്, ബാക്കി സി എൻ സിക്കകത്ത് കോഷ്യൻലെസ് ഓയിലാണ് C0. ലാസ്റ്റ് ടേമായി പോയത് എങ്ങനെയാണ്, ബി വെരി സ്മോൾ ആണ്. സോ 0.5 ബി ആകുമ്പോൾ അതും കാണുന്നു. ബാക്കിയുള്ള ഗാമ ഡി എഫിൻ്റെ എൻ ക്യൂ അതേപോലെ എഴുതി വെച്ചു. ഇൻറ്റു എ പി. എ പി പഴയ കിടപ്പുണ്ട് അവിടെ, അത് തന്നെ നമ്മൾ എഴുതി. പിന്നെ പ്ലസ് ക്യു എസ്. ക്യു എസും നമുക്ക് പുതിയ ടേമാണ്, അത് കിട്ടുന്ന ഡയറക്റ്റ് നമ്മൾ കാണാൻ പഠിക്കണം. കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് ബാർ ഇൻറ്റു എ എസ്. ഈ ബാക്കി ഇതിനകത്തും കുറേ നമുക്കറിയാൻ വേണ്ട ടേംസ് ഉണ്ട്, അതിനെപ്പറ്റി പറയാം. അതിന് മുമ്പായിട്ട് നേരെ നമ്മൾ ദ ടേം ഡി എഫ് ഉപയോഗിക്കത്തില്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഡി സഫിക്സ് സി. ഇത് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാവും. ഓക്കെ, അതാകുമ്പോഴത്തേനും കൂടുതൽ ഡിഫൈൻ ചെയ്യാം. അപ്പം ഈ നേരിട്ട് ഡി എഫിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടേം ഡി സഫിക്സ് സി ആണ്. ഡി എഫ് നമ്മൾ അപ്പുറത്ത് നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ ഉപയോഗിച്ച ടേമാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. അതിൻ്റെ വേരിയേഷൻ പറഞ്ഞുതരുവാണ്. പേരെന്തായാലും ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ്. ഇനിയിപ്പം നമുക്ക് 3 ടൈപ്പ് ഓഫ് സോയിൽ നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. ഒന്ന് ഈ ലൂസ് സോയിൽ, മീഡിയം സോയിൽ, ഡെൻസ് സോയിൽ. ലൂസ് സോയിലാണെങ്കിൽ ഡി സി ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു 10 ടൈംസ് ബി ആണ്, 10 ടൈംസ് ബി. മീഡിയം സോയിലാണെങ്കിൽ 15 ടൈംസ് ബി. ആൻഡ് ഡെൻസ് സോയിലാണെങ്കിൽ 20 ഇൻറ്റു ബി. ഓക്കെ, അപ്പം 10B, 15B, 20B കറസ്പോണ്ടിങ് സോയിൽ ടൈപ്പ് മാറുന്നതനുസരിച്ച് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ ടേംസിലേക്ക് നമ്മൾ പോവാണ്. തൊട്ട് മുകളിൽ ഇക്വേഷനകത്ത് നമുക്ക് ഗാമ അറിയാം, ഡി എഫ് അറിയാം, എൻ ക്യു അറിയാം, എ പി അറിയാൻ മേല. എ പി എന്താണ്? എ പി വേറെ ഒന്നുമല്ല, ഏരിയ ഓഫ് പൈൽ മെറ്റീരിയൽ അറ്റ് ദ ടിപ്പ്. ഏറ്റവും താഴെ വരുന്ന പൈൽ മെറ്റീരിയലിന് ടിപ്പ് ആ സ്ഥലത്തെ ഉള്ള ഏരിയയാണ്. അത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. π/4 ഇൻറ്റു നമ്മുടെ കറസ്പോണ്ടിങ് പൈൽ മെറ്റീരിയൽ എന്താണോ അവിടുത്തെ ഡയമീറ്റർ അല്ലെ വിഡ്ത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ π/4 ഇൻറ്റു ബി സ്ക്വയർ. സർക്കുലർ ആണെങ്കിൽ π/4 ഇൻറ്റു ബി സ്ക്വയർ എഴുതുക. അതേപോലെ തൊട്ടിപ്പുറത്തെ ടേംസിൽ കെയും ടാൻ ഡെൽറ്റയും പറയാം. കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് ബാർ പറയാം. പിന്നെ ഉള്ള ടേമാണ് എ എസ്. എ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷനാണ്. ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷൻ. സ്കിൻ ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പൈൽ ലെങ്ത് ഏറ്റവും മുകളിൽ തൊട്ട് താഴെ വരെ സോയിലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോർഷനിൽ വരുന്ന ഒരു ടേമാണ് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ ടേം നമുക്കറിയാം, കാരണം രണ്ട് ഡിഫറെൻറ്റ് സർഫസസിൻ്റെ പുറത്തോട്ട് നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ഓടിക്കുമ്പോഴത്തേനും ആ പറഞ്ഞ മെറ്റീരിയലിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ടു ദ മൂവ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഒരിടത്ത് പൈൽ മെറ്റീരിയലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വുഡാകാം, സ്റ്റീലാകാം, കോൺക്രീറ്റ് ആകാം, എന്തായാലും കുഴപ്പമില്ല.
തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് എന്താണ്? സോയിലാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ സോയിലിന് പുറത്തൂടെ ഈ പറഞ്ഞ പൈലിനെ മൂവ്മെൻറ്റ് തടയുന്നൊരു മെറ്റീരിയലാണ് ഈ പറഞ്ഞ സോയിൽ. ഓക്കെ, അപ്പം സോയിലിൻ്റെ പുറത്തൂടെയാണ് ഈ പറഞ്ഞ നമ്മുടെ പൈൽ ഇറങ്ങി പോകുന്നത്. സോ കറസ്പോണ്ടിങ് ആ പറഞ്ഞ മൂവ്മെൻറ്റിനെ അത്ര സ്മൂത്ത് ആക്കാതിരിക്കുന്ന ടേമാണ് ഈ പറഞ്ഞ സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, അത്ര മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷൻ എന്തായിരിക്കും? അപ്പം അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും പൈ ഇൻറ്റു പി ഇൻറ്റു എൽ. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെപ്ത് ഓഫ് പൈൽ. എൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈൽ ലെങ്ത് ആണ്. അത് ഇൻഈക്വൽ ടു നമ്മുടെ പൈലിൻ്റെ ഡെപ്ത് തന്നെയാണ്. അതായിരിക്കും പൈലിന് ആപ്പാട് ലെങ്തും പിന്നെ ആപ്പാട് ഈ പറഞ്ഞ ഡയമീറ്ററേ കാണത്തുള്ളൂ യൂഷ്വലി. ഓക്കെ, സർക്കുലർ പൈലാണെങ്കിൽ. അപ്പോൾ ഫൈനലി നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന ടേംസിലാണ് എഴുതുമ്പോഴത്തേനും ക്യൂ യൂസ് ഇക്വൽ ടു ഗാമ ഡി എഫ് മാറ്റി നമ്മൾ ഡി സി ആക്കി. ഗാമ ഡി സി എൻ ക്യൂ എ പി എന്തുവാണ്? π/4 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് ബാർ ഇൻറ്റു എ എസ് ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷൻ π/BL. ഇതാണ് ഒരു പൈലിൻ്റെ കോഷ്യൻലെസ് ഓയിലിലെ സർക്കുലർ പൈലാണെങ്കിൽ ഉള്ള ഇക്വേഷൻ ഫോർ ക്യു യു. ഇത് നേരെ നമ്മൾ സ്ക്വയർ പൈലാക്കാം. സർക്കുലർ മാത്രമല്ല സ്ക്വയർ പൈലാക്കാം. സ്ക്വയർ പൈലാകുമ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? സ്ക്വയർ പൈലാകുമ്പോഴത്തേനും നമ്മുടെ എ പിൻ്റെയും എ എസിൻ്റെയും ഇക്വേഷൻ മാറും. സ്ക്വയർ പൈലാകുമ്പോഴത്തേനും എ പിൻ്റെ ഇക്വേഷൻ എന്ത് വരും? സ്ക്വയർ ആകുമ്പോഴത്തേനും ബി ഇൻറ്റു ബി സ്ക്വയർ ആണ് ഏരിയ. മറ്റടുത്ത് π/4 ഇൻറ്റു ബി സ്ക്വയർ ആണ്. അതായത് ഡയമീറ്റർ ബി എന്ന് വെച്ചാൽ ഡയമീറ്റർ ആയിരിക്കും പൈലിൻ്റെ കേസിൽ. അപ്പോൾ π/4 ഇൻറ്റു ബി സ്ക്വയർ എന്ന് വെച്ചാൽ സർക്കുലർ സെക്ഷനിലാണ് പറയുന്നത്. ഓക്കെ, അത് സ്ക്വയർ പൈലാകുമ്പോഴത്തേനും എന്തായിരിക്കും? ബി സ്ക്വയർ ആയിരിക്കും. അത് നമുക്കറിയാം. പിന്നെ ഇവിടെ പെരിമീറ്റർ ഓഫ് എ സർക്കുലർ സെക്ഷനാണ് ഈ പറഞ്ഞ് നമ്മുടെ π/BL വരുന്നത്. അതേപോലെ സ്ക്വയർ ആകുമ്പോഴത്തേനും എന്തായിരിക്കും? 4BL ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് സെക്ഷൻ നോക്കുക. സ്ക്വയർ പൈലാണോ സർക്കുലർ പൈലാണോ നോക്കുക. സ്ക്വയർ പൈലാണെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സർക്കുലർ പൈലാണെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കേണ്ടത് നമ്മുടെ ഒരു ഇതാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസ് ഇറ്റ് എ സ്ക്വയർ ഓർ സർക്കുലർ പൈൽ നമുക്ക് ഗിവൺ ഡയമെൻഷൻ വെച്ച് മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാൻ വേണ്ടി ടേംസ് ഏതൊക്കെയാണ്? നമുക്കറിയാൻ വേണ്ടി ടേംസ് കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് ബാർ. ഈ 3 ടേംസ് നമുക്ക് ഇനിയിപ്പം പഠിക്കാനുള്ളത് എന്തോ ആണ്. ഓക്കെ, ഈ കെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. കെൻ്റെ വാല്യൂ 1 to 4 റേഞ്ചാണ് നിൽക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് യൂഷ്വലി തരും, തന്നില്ല നമുക്ക് അസ്യൂം ചെയ്യാം. വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ബർത്ത് പ്രഷർ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഒരു ടേമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ബർത്ത് പ്രഷർ. ജനറൽ കേസിൽ പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ ടാൻ ഡെൽറ്റ അത് ബേസ്ഡ് ഓൺ ഫ്രിക്ഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സാൻഡ് ആൻഡ് പൈൽ മെറ്റീരിയൽ. ഇനി നമ്മൾ യൂഷ്വലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഓൾമോസ്റ്റ് ഈക്വൽ ടു 5. 5 എന്താണ്? യൂഷ്വൽ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻ്റേണൽ ഫ്രിക്ഷൻ. അപ്പോൾ അത് തന്നിട്ടില്ലെങ്കിൽ ഡെൽറ്റ തന്നിട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 5 എടുക്കാൻ പറ്റും. ഓക്കെ, ടാൻ ഡെൽറ്റ അല്ല ഡെൽറ്റ ഓൾമോസ്റ്റ് ഈക്വൽ ടു 5 എടുക്കാം. ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ നേരിട്ട് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ. അസംഷൻ മാത്രമാണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു ടേമാണ് സിഗ്മ ആവറേജ് ബാർ. സിഗ്മ ആവറേജ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓവർബോർഡൻ പ്രഷർ ആക്ടിങ് ഓവർ ദ പൈൽ ലെങ്ത്. അപ്പം ആ ടേം മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ പറഞ്ഞ സിഗ്മ ആവറേജ് ബാർ മാത്രം ന്യൂമറിക്കലി ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ. ബാക്കി ടേംസ് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാം. ഈ സിഗ്മ ആവറേജ് ബാർ നമുക്ക് ആവറേജ് ഓവർബോർഡൻ പ്രഷർ എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പം ഈ ഒരു ടേം നമുക്ക് ന്യൂമറിക്കലി ചെയ്യുമ്പോഴത്തേനും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പൈലിനകത്ത് വരുന്ന ഇനീഷ്യൽ പൈലിനകത്ത് വരുന്ന ഒരു ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻസ്. ഇത് വൃത്തിക്ക് നോക്കി പഠിക്കുക. ഏതെങ്കിലും ടേംസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതി നോക്കുക, ഇക്വേഷൻ കാണാൻ പഠിക്കുക. നമുക്ക് ന്യൂമറിക്കൽസ് ലൈസേഷൻ നമുക്ക് നോക്കാം. ഓക്കെ.